ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ദ ബെസ്റ്റ് വേ ടു പ്രഡിക്ട് ദ ഫ്യൂച്ചർ ഈസ് ക്രിയേറ്റ് ഇറ്റ്. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ കോട്ടാണ്. നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം, അല്ലേ? അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതിന്റെ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത്, പ്രഡിക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലേ? അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്? നമുക്ക് ഏതെങ്കിലും തരത്തിൽ വൺ ഓഫ് ദ പാർട്ട്നേഴ്സ്, എയ്തർ മെയിൽ ഓർ ഫീമെയിൽ, ആർക്കെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ചീറ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്യുക, അതിനെയാണ് നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത്. മെയിനായിട്ട് കണ്ടുവരുന്നത് എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്സ് ആണ്. ഒന്നുകിൽ ഭർത്താവ് ഭാര്യ ഇരിക്കെ മറ്റേതെങ്കിലും സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയും അത് ഭാര്യ കണ്ടുപിടിക്കുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന ട്രസ്റ്റ് ഇഷ്യൂസ്. അതല്ലെങ്കിൽ വൈസ് വേഴ്സ, ഭാര്യ ഭർത്താവ് ഇരിക്കെ ഭർത്താവ് അറിയാണ്ട് മറ്റ് ആണുങ്ങളുമായിട്ട് ഉണ്ടാകുന്ന റിലേഷൻഷിപ്സ്. ഇതിൽ നിന്നാണ് മെയിനായിട്ട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവുന്നത്. എന്നാൽ ഇത് മാത്രമാണോ? അല്ല. ഇപ്പോൾ ഒരു പാർട്ട്ണർ എന്ന നിലയിൽ ഒരു ഭർത്താവിനായാലും ഒരു ഭാര്യയ്ക്കായാലും നമുക്ക് അവരെ കുറിച്ച് ചില എക്സ്പെക്ടേഷൻസ് കാണും, അല്ലേ? എന്നാൽ ഈ എക്സ്പെക്ടേഷനിൽ നിന്ന് വിപരീതമായിട്ട് അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഈ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. അതായത് നമ്മൾ 100% വിശ്വസിക്കുകയാണ് അവരിങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. എന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരിത് ചെയ്തു എന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വിത്ത് പ്രൂഫ് നമ്മൾ അറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും, അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? ട്രസ്റ്റ് ഇഷ്യൂസ് വന്ന ആൾക്കും ഇനി ബാധിക്കപ്പെട്ട ആൾക്കും രണ്ടുപേർക്കും ഇതെങ്ങനെ ഒന്ന് കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് എക്സ്ട്രാമറൈറ്റൽ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പം രണ്ട് വ്യക്തികളാണല്ലോ ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ഈ രണ്ട് വ്യക്തികൾ ഭാര്യയും ഭർത്താവും ആയിരിക്കും. ഇതിൽ ആരെങ്കിലും ഒരാളായിരിക്കും തെറ്റ് ചെയ്തത്. ഇനി തെറ്റ് ചെയ്തതിന് നിരപരാധിയായിട്ടുള്ള ഒരാളും കൂടി ക്രൂശിക്കപ്പെടുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ ആളിൽ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. അവരാണ് ചിന്തിക്കേണ്ടത്, ഞാൻ എത്രത്തോളം ഈ പുള്ളിക്കാരൻ അല്ലെങ്കിൽ ഈ പുള്ളിക്കാരിയിൽ എത്രത്തോളം എന്ന് വെച്ചാൽ ചിലർ ഭയങ്കര ഭ്രാന്തമായിട്ട് സ്നേഹിക്കും. ഈ പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ മരിച്ചു കിടന്ന് സ്നേഹിക്കുന്നവരായിരിക്കും. അപ്പൊ ഇവരിങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് അവർക്ക് അവരെ അങ്ങ് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്നവരായിരിക്കണം എന്നില്ല ഒരു വിഭാഗം ആൾക്കാർ. അങ്ങനെയുള്ളവരെന്താ ചെയ്യുക? ഒരു അവസരം കൊടുക്കും, അല്ലേ? ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു, കണ്ടു, അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? ഇനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഒരവസരം ഇവർക്ക് കൊടുത്തു നോക്കും. പക്ഷേ നമ്മൾ ഇങ്ങനെ അവസരം കൊടുക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അവസരം കൊടുക്കുന്നതിൽ തെറ്റില്ല. കാര്യം നമ്മൾ അവരെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തിയെ വിട്ട് നമുക്ക് മറ്റൊരു ജീവിതം ഇതിനേക്കാൾ മോശമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരവസരം കൂടി അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഉറപ്പ് വരുത്തേണ്ടത്, ഒരു തവണ നമ്മൾ പറ്റിക്കപ്പെട്ടു, ഇനി ഒരിക്കൽ കൂടി നമ്മൾ പറ്റിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കരുത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അവസരം കൊടുത്തതുപോലെ ഇനിയും നമ്മൾ അവസരം കൊടുത്തുകൊണ്ടേ ഇരിക്കും എന്ന് അയാൾ, മറുവശത്ത് നിൽക്കുന്ന ആ വ്യക്തി, വിശ്വസിക്കാനായിട്ട് ഇടവരരുത്. അതല്ല, ഒരു പ്രാവശ്യം തെറ്റുപറ്റി, ഇനി എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ജീവിക്കാനായിട്ട് അവർ റെഡിയായി. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് പൂർണ്ണമായും അവരുമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടും ജീവിക്കാം. അല്ലാതെ സ്ഥിരം പറ്റിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കരുത്. ഇനി ഇങ്ങനൊരു റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചു, ഇവരുമായി എനിക്ക് ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നാണെങ്കിൽ അങ്ങനെയുള്ള വിഭാഗം ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരു എക്സ്ട്രാമറൈറ്റൽ റിലേഷൻഷിപ്പ് വന്നു, അതിനെ ചൊല്ലി ഒരുപാട് തർക്കങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും, അല്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഇരുന്ന് സംസാരിക്കാം. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ പോയ ഒരാളെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ 100% പറ്റില്ല, അല്ലെങ്കിൽ ഇയാളെ വിട്ടിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴാണ് മനസ്സമാധാനം കിട്ടുന്നത്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ജീവിക്കാനുള്ള ധൈര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായും നമുക്ക് അവരെ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയി ജീവിക്കാം. പക്ഷേ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പേരിൽ നമുക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പൊടിക്കുഞ്ഞുങ്ങളെ ഇതിൻ്റെ ഇടയിൽ വലിച്ചിടാനോ, അതിന്റെ പേരിൽ കുഞ്ഞുങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ പോയി, അമ്മ ഇങ്ങനെ പോയി എന്നും പറഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ തലയിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാനോ, അതിന്റെ പേരിൽ അച്ഛനോടോ അമ്മയോടോ ഉള്ള സ്നേഹത്തെ നിഷേധിക്കാനോ ഒരിക്കലും ചെയ്യാൻ പാടില്ല.
നമുക്ക് ലീഗലി മൂവ് ചെയ്യാം, ഡിവോഴ്സ് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം. അത് 2 വ്യക്തികൾ ചേർന്നെടുക്കേണ്ട ഡിസിഷനാണ്. പക്ഷെ അതിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ വളർന്നു വരുന്ന തലമുറയെ കൂടി അതിന്റെ പേരിൽ സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ഒരാൾക്ക് ക്ഷമിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന ഒരു വിഭാഗം ആൾക്കാരെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു ഭാര്യയാണ് തെറ്റ് ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവാണ് തെറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റേ ആൾക്ക് ഓൾറെഡി നമ്മളുടെ മേലൊരു സംശയം വന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അവരതിൽ നിന്ന് പൂർണ്ണമായി നമ്മളെ പഴയതുപോലെ കണ്ട് സ്നേഹിക്കാനും വിശ്വസിക്കാനും കുറച്ച് സമയമെടുക്കും അല്ലേ? ആ സമയം കൊടുക്കാൻ അവർ നമ്മളോട് ക്ഷമിച്ചല്ലോ, അപ്പോൾ ആ സമയം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ കാണിക്കണം. അത് ചിലപ്പോൾ 5 മാസം, 6 മാസം, 1 വർഷം എടുത്തെന്നിരിക്കാം. അത് നിങ്ങൾ ഉണ്ടാക്കിയ മുറിവാണ്. അത് എത്രത്തോളം ആഴത്തിൽ എത്തി എന്നുള്ളത് അവരെത്രത്തോളം ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അത് ഹീൽ ചെയ്യാനുള്ള ഒരു ടൈമും നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ അവരോട് പണ്ട് പല ഫോൺ കോളുകൾ ചെയ്ത് അല്ലെങ്കിൽ പണ്ട് പല മെസ്സേജുകൾ അയച്ചപ്പോഴൊന്നും അവർ നമ്മൾ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്ത് കാണും. പിന്നീട് അവർക്കൊരു പേടി വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഇതിനി വേറെ ആരുമായിട്ടെങ്കിലും റിലേഷൻഷിപ്പിലാണോ. അപ്പൊ അവരെന്ത് ചെയ്യും, നിങ്ങളുടെ ഫോൺ കോൾസ് ചെക്ക് ചെയ്യും, നിങ്ങളുടെ ചാറ്റുകൾ ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുകയാണോ എന്ന് പറയും. അപ്പൊ അവർ നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ചിട്ട് ചോദിക്കും ഇന്ന സ്ഥലത്ത് തന്നെ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് കാര്യമില്ല. കാര്യം എന്താണ്, ആ ട്രസ്റ്റ് ഉണ്ടായിരുന്നതിനെ നിങ്ങൾ നശിപ്പിച്ചു. ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായി, നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, അതിൽ നിന്നൊക്കെ റെസ്ട്രിക്ട് ചെയ്യും തോറും ഇവർക്ക് സംശയങ്ങൾ കൂടുകയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനൊക്കെ അവർക്ക് ഓക്കെ, നിനക്ക് ഞാൻ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവർക്ക് എന്താണോ ചെയ്യാനുള്ളത് ചെയ്യട്ടെ. അവരൊരു 5 പ്രാവശ്യം ചെയ്യും, 10 പ്രാവശ്യം ചെയ്യും, 20 പ്രാവശ്യം ചെയ്യും. അപ്പൊ അവർക്ക് മനസ്സിലാവും നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന്. അതേസമയം ഇതൊക്കെ നിങ്ങളൊരു പ്രോബ്ലം ആയിട്ട് കാണുകയും നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഞാൻ തരില്ല, എടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും, ഈ പ്രശ്നം കൂടുതൽ വഷളാവുകയുള്ളൂ. അപ്പൊ അവർക്ക് ഹീൽ ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ അവർക്ക് നമ്മളെ വിശ്വസിക്കാനായിട്ട് അവര് ചൂസ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. കാര്യം ഇത്രയും വലിയ തെറ്റ് നമ്മൾ ചെയ്തിട്ട് അവര് നമ്മളോട് ക്ഷമിച്ചു, തിരിച്ച് നമ്മൾ അവരോട് ക്ഷമിച്ചു കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തെറ്റ് അവർ ക്ഷമിച്ച് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലോട്ട് വരാൻ അവരും ഇനി തയ്യാറായിട്ടുണ്ട് എങ്കിൽ അവരെ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്ത് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവരിൽ ആ വിശ്വാസം വീണ്ടും ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ? അതുപോലെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിനക്ക് ഈ ട്രസ്റ്റ് ഇഷ്യൂസ് മാറാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ സൈഡ് ജെന്റിൽ വെയിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഈ സമയത്ത് കൊടുക്കുന്ന പ്രോമിസുകൾ നമ്മൾ എന്ത് ചെയ്യണം, 100% പാലിച്ചിരിക്കണം. വീണ്ടും ഒരിക്കൽ കൂടെ കള്ളത്തരം കാണിക്കാൻ ഇടയാക്കരുത്. ഒരിക്കൽ കൂടെ അവർ നമ്മളെ കള്ളത്തരം കാണിച്ച് പിടിച്ചാൽ അത് അവർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. അതുവഴി ശിഥിലമായി പോകുന്ന നമ്മുടെ നല്ലൊരു കുടുംബജീവിതവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലൈഫുമാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ ഇംപ്രൂവ് ആയി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ഡിസൈഡ് ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ ആലോചിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യാം അല്ലേ? അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ലൈഫുമായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.